Okay, dear students, today we are going to learn about the graphical representation of data. Graphical representation of data is the topic, and there are different ways of representing data in the graphical form. നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് ബാർ ഡയഗ്രാം, പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജായ്വ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നുള്ളതാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. അപ്പം ഇതിൽ ഓൾറെഡി ഞാൻ ടെലിഗ്രാമിലിട്ട വീഡിയോ അനുസരിച്ച് ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഒജായ്വ് ഇത് മൂന്നും ഹിസ്റ്റോഗ്രാമും അതിൽ വരയ്ക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിൽ അനുസരിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഈ നാലെണ്ണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നാലും വരയ്ക്കുന്നത് നമ്മൾ ഫ്രീക്വൻസി ടേബിളിനാണ്. അതും കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിളിനാണ് നമ്മൾ ഈ നാല് ഡയഗ്രാം വരയ്ക്കുന്നത്. സോ ദീസ് graphical representations can be drawn only for continuous frequency tables എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ്. ഇനി ബാർ ഡയഗ്രവും പൈ ചാർട്ടും എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത് നമുക്ക് എപ്പോഴും ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡേറ്റയ്ക്ക് മാത്രമേ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ കാറ്റഗോറിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇപ്പോൾ കാർ, ബസ്, സ്കൂട്ടർ, വാക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റുഡൻസ്. അപ്പം ഇത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്ലാസ് ഇൻ്റർവെല്ലൊന്നുമല്ല തന്നേക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടുള്ള കാറ്റഗറീസാണ് തന്നേക്കുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ തന്നേക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഡേറ്റ മാത്രമേ നമുക്ക് ബാർ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെല്ലാം സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ രണ്ടും പറയാം. അപ്പോൾ ആദ്യം ഇത് വെച്ചിട്ട് പൈ ചാർട്ട് പറയാം. അപ്പം നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പൈ ചാർട്ട് എന്താണെന്നറിയാമല്ലോ, നമ്മൾ ഗ്രാഫിക്കലി ഒരു സർക്കുലർ ഇതിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ ഒരു സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള ഡിഗ്രി 360 ഡിഗ്രിയാണ്, മൊത്തത്തിൽ 360 ആണ്. അപ്പോൾ ഒരു വാല്യൂവിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അതിനെ എന്ത് ചെയ്യണം, 15 ഡിവൈഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ, അതിൻ്റെ ടോട്ടൽ 200 ആണ്, ഇൻറ്റു 360 എന്നുള്ളത് ചെയ്യണം. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്ക് 0യും 0യും ക്യാൻസലായി, 2 10s, 2 18s, 2 5s, 2 9s, 5 1s, 5 3, 3 9s are 27 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇനി അങ്ങോട്ട് ചെയ്യുമ്പം എല്ലാം എന്ത് ചെയ്താൽ മതി, 9/5 എന്നുള്ളതാണ് വന്നത് ഈ ക്യാൻസലേഷൻ, ഇൻറ്റു 15. അപ്പം നമുക്ക് അടുത്തത് ചെയ്യുമ്പോൾ 110 ഇൻറ്റു ആക്ച്വലി പറഞ്ഞാൽ ബൈ 200 ഇൻറ്റു 360 ആണ്. നമ്മളിവിടെ ക്യാൻസൽ ചെയ്ത് അങ്ങനെ വന്നതുകൊണ്ട് എന്താ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 9/5 എന്ന് ചെയ്താൽ മതി. അപ്പോൾ 5 1s, 5 2s 22, അപ്പോൾ 9 2s 18, 198 എന്ന് കിട്ടും. അടുത്ത എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 25 ഇൻറ്റു 9/5, 5 1s 5 5, 5 9s 45 ഡിഗ്രി കിട്ടി. അതുപോലെ 50 ഇൻറ്റു 9/5 വിച്ച് ഇസ് 5 1s 5 10s 90 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 360 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വാല്യൂ ഡിവൈഡ് ബൈ ഇറ്റ്സ് ടോട്ടൽ ഇൻറ്റു 360. ഞാൻ എളുപ്പവഴി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്യാൻസലേഷനിൽ ഇത് രണ്ടും തമ്മിൽ എന്ത് വന്ന് നിൽക്കുന്നോ അത് വെച്ചങ്ങ് പിന്നെ ബാക്കിയുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. ഇനി നമ്മളിതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ട് ഈ റേഡിയസ് വരുന്ന രീതിയിൽ കോമ്പസ് വെച്ച് എന്ത് വരയ്ക്കണം, സർക്കിൾ വരയ്ക്കണം. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ കോമ്പസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പൈ ചാർട്ടാണ് ചോദിക്കുന്നത്, ജസ്റ്റ് റഫായിട്ട് വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ പ്രൊട്രാക്ട്, ഈ ഭാഗത്ത് പ്രൊട്രാക്ട് വെച്ചിട്ടാണ് ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആംഗിൾ നോക്കുമ്പോൾ 27 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 0 1 2 3 അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെവലായിരിക്കും 27 ഡിഗ്രി വരുന്നത്. അടുത്ത് വരുമ്പോഴത്തേക്കും 198 ആണ്. നമുക്ക് ഒരു പ്രൊട്രാക്ടർ വയ്ക്കുമ്പോൾ മാക്സിമം വരുന്നത് 180 ആണ്. അപ്പോൾ 180, അപ്പോൾ ആ വര ലൈറ്റായിട്ട് വരച്ചിട്ട് പിന്നെ ബാക്കി 18 ഡിഗ്രി കൂടെ എടുക്കുമ്പോൾ അപ്പോൾ ഏകദേശം ഇത്രയും വരും, 198 ഡിഗ്രി. ഓക്കെ,
നെക്സ്റ്റ് അടുത്തത് 45 ഡിഗ്രി മാർക്ക് ചെയ്യുക എന്നുള്ളത്. 45 ഡിഗ്രി നമ്മൾ വരയ്ക്കുന്ന അവസാനം വരയ്ക്കുന്ന ലൈനിൽ വേണം പ്രൊട്രാക്ടർ വെച്ച്. ഇപ്പോൾ 27 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അടുത്ത ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 45 ഡിഗ്രി മാർക്ക് ചെയ്യണം. 45 ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് 45 ഡിഗ്രി. അടുത്തത് 90 ഡിഗ്രി. ദിസ് ഇസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പം നമ്മുടെ പൈ ചാർട്ട് ആയി. അപ്പം നമ്മൾ ഈ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് നോക്കാം. അപ്പോൾ 27 വാസ് ഫോർ കാർ. അപ്പോൾ ഇത് കാറ്, ഇത് ബസ്, ഇത് സ്കൂട്ടർ, ഇത് വാക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൈ ചാർട്ട് വരയ്ക്കുന്നത്. അപ്പം പരീക്ഷയ്ക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ട് പൈ ചാർട്ട് വരയ്ക്കാനായിട്ട് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ജനറലി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പം ഓരോന്ന് എന്താണെന്നറിയുക, അതെങ്ങനെയാണെന്ന്. അപ്പോൾ അത് ജസ്റ്റ് ഒരു റഫായിട്ടെങ്കിലും ഒരു ഡയഗ്രാം വരച്ച് വയ്ക്കുക, ഒരു റഫ് ഡേറ്റ കാണിച്ചിട്ട്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഒരു പ്രാവശ്യം മാത്രം ചോദിച്ചിട്ടുണ്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കേണ്ട സ്റ്റെപ്സ്. യൂഷ്വലി മാത്സ് ഓപ്ഷണലുകാർക്കാണ് സാധാരണ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ചോദിച്ചാൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുക, എന്നിട്ട് അത് വരച്ച് ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ എഴുതണം. നമ്മൾ ഈ ചെയ്യുന്ന പ്രൊസീജിയർ ഒന്ന് എഴുതി പോവുക എന്നുള്ളതാണ്. ഓക്കെ, സോ വിൽ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോയിങ് ദ ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയറും അവരുടെ ഇൻകോ ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇയർ 2000, പിന്നെ 5 വർഷം കൂടുമ്പം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇൻകം, ആ ഇൻകം നമ്മൾ 2 ആക്സിസ് ആയിട്ടാണ്, നമുക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമാണ്. 2 ആക്സിസ് ആയിട്ട് എക്സും വൈയും ആക്സിസ് വരയ്ക്കുന്നു. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ ഇയർ മാർക്ക് ചെയ്യുന്നു. എക്സ് ആക്സിസിൽ ഇയർ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇയർ മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ഇയറിനും ഒരു ചെറിയ, ഇപ്പം 1 സെൻറ്റിമീറ്റർ വെച്ച് ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യുന്നു. അപ്പം ദിസ് ഇസ് ഫോർ 2000. അടുത്ത 1 സെൻറ്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്തിട്ട് ആ സ്പേസ് വിട്ടതിന് ശേഷം വീണ്ടും 1 സെൻറ്റിമീറ്റർ എടുക്കുന്നു. അപ്പോൾ 2005. അടുത്ത വീണ്ടും 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് അടുത്ത 1 സെൻറ്റിമീറ്റർ എടുക്കുന്നു. 2010. സിമിലർലി 2015, 2020, 2025 ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇനി വരുന്ന നമ്മുടെ ഇൻകം എടുക്കുമ്പോഴത്തേക്കും ഒരു വലിയ നമ്പറാണ്. അപ്പോൾ അതിനൊരു സ്കെയിലാക്കി എടുത്താൽ മതി. നമുക്ക് നോക്കാം, 10,000 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10, 20 അല്ലെങ്കിൽ 5, 10, 15, 20, 25, 30, 35 അങ്ങനെ മാർക്ക് ചെയ്ത്. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് കുറഞ്ഞു പോയി. 35, 40, 45, 50 വരെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 2000-ന് നേരെ വന്ന ഇൻകം എത്രയായിരുന്നു, 10,000. അപ്പോൾ നമുക്ക് 10-ന് നേരെ മാർക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്കെയിൽ എപ്പോഴും എഴുതണം. 10 എന്തിനെ ഡെനോട്ട് ചെയ്യുന്ന 10,000. അപ്പം ഇത് ഇവിടുത്തെ ഒരു 5 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 സ്റ്റാൻഡ്സ് ഫോർ 5000 എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത 2005 വന്നപ്പോഴത്തേക്കും എന്തായിരുന്നു വാല്യൂ, 25. അപ്പം 25-ക്ക് നേരെ 1000. ഓക്കെ, അടുത്തത് വന്നപ്പോഴത്തേക്ക് 20 ആണ്. സോ ഡ്രോ സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് വെർട്ടിക്കൽ റെക്റ്റാങ്കിൾസ് ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അടുത്ത വന്നപ്പം 35 ആണ്. 2015 വന്നപ്പോഴത്തേക്കും 35 ആണ്. ഞാൻ വീഡിയോ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. നെക്സ്റ്റ് 30 വരയ്ക്കുക. അടുത്ത വന്നപ്പോഴത്തേക്കും 50 ആണ്. സോ മാക്സിമം വരയ്ക്കുക. അപ്പം ഇതാണ് ബാർ ഡയഗ്രാം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ബാർ ഡയഗ്രാം പഠിച്ചാൽ മതി. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രാം. അതൊക്കെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് അഡീഷണലായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പം ഈ ഇൻകം തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ, സേവിങ്സ് കൂടെ കാണിക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ സൈഡിലായിട്ട് 2 ബോക്സ് കൂടെ വരയ്ക്കും. എന്നിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത് വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കുന്ന മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാംസ് ഉണ്ട്.
പിന്നെ നെഗറ്റീവ് വാല്യൂസ് വരാം, പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് വരാം, അപ്പോൾ താഴോട്ടും കൂടെ ഗ്രാഫ് വരും, അങ്ങനെയൊക്കെ വരയ്ക്കും. അപ്പോൾ ഇവിടെ വ്യത്യാസം ഹിസ്റ്റോഗ്രാമുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബാസ് തമ്മിൽ ഇടയ്ക്ക് എന്തുണ്ട്, സ്പേസ് ഉണ്ട്. ദാറ്റ് ഇസ് വൺ ഡിഫറൻസ്. ഈ സ്പേസ് എപ്പോഴും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു 1 എന്ന്, 1-ന് പകരം വേണമെങ്കിൽ ½ സെൻറ്റിമീറ്റർ എടുക്കാം. ഹാഫ് ഇവിടെ എടുക്കുവാണെങ്കിൽ ഇവിടെ ഹാഫ് ആയിരിക്കണം, എല്ലായിടും ഹാഫ് ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നുള്ളത്. ആൻഡ് പിന്നെ മെയിനായിട്ടുള്ള ഡിഫറൻസ് ഈ പറഞ്ഞ ഹിസ്റ്റോഗ്രാം ഇസ് ഓൾവേസ് ഡ്രോൺ ഫോർ എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ. പക്ഷേ ബാർ ഡയഗ്രം ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ ഡേറ്റയ്ക്കായിരിക്കും നമ്മളെപ്പോഴും ബാർ ഡയഗ്രം വരയ്ക്കുന്നത്. ഇവിടെ ഞാൻ ഇത് എഴുതിയത് ആ സ്കെയിലാണ്, 5 = 5000. ആൻഡ് താഴത്തെ ഇയർ ആണെന്നുള്ളത് അറിയാം. അപ്പോൾ ഇത് എന്തുവാ, ഇൻകം, എക്സ് ആക്സസ് ഇയർ, വൈ ആക്സസ് ഇൻകം ഡിനോട്ട് ചെയ്യുന്നതെന്നുള്ള കാണിക്കുക. ഇത്രയുമാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ എക്സ്ട്രാ ആയിട്ട് അറിയേണ്ടത്. ഹിസ്റ്റോഗ്രാമും ഇതൊക്കെ മറ്റേ ഇതിൻ്റെ അകത്തുണ്ട്, അത് നോക്കി പഠിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള തിയറി വേറൊരു വീഡിയോയിൽ പറയാം.